ലോങ് ടൈം. അപ്പം IPLൻ്റെ ആ ഒരു ചൂടിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ നമ്മൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പയ്യെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്രാവശ്യത്തെ IPL കൊണ്ടുപോയത് RCB ആണെങ്കിലും, പക്ഷേ അതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലും ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേര് വൈഭവിൻ്റെയാണ്. വണ്ടർ കിഡ്, ഒരു ഹ്യൂജായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഇനി ക്രിക്കറ്റിലുള്ള ഒരു വണ്ടർ കിഡ് തന്നെ. ഓക്കെ, അതിനൊപ്പം തന്നെ ഹോട്ടായിട്ട് നിന്നൊരു പേരാണ്, അല്ലെങ്കിൽ ഹോട്ട് സബ്ജക്റ്റായിട്ട് സോഷ്യൽ മീഡിയ നിന്നൊരു പേരാണല്ലോ നമ്മുടെ IPLൻ്റെ ഫൗണ്ടറായ മോഡിയുടെ, അതായത് ലളിത് മോദിയുടെ. അപ്പം ഇപ്പോൾ എനിക്ക് പറയാൻ കാരണം, ഇപ്പോൾ കുറച്ച് നേരം മുന്നേ പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റ് കണ്ടു. ANA പോഡ്കാസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു ലണ്ടനിൽ വെച്ച് നടത്തി. ഇപ്പോൾ ഓൾറെഡി ആൾ ലണ്ടനിലാണല്ലോ, ഇന്ത്യയിൽ വരാൻ പറ്റത്തില്ല, നമ്മുടെ മല്യ മുങ്ങിയ പോലെ മുങ്ങിയിരിക്കുവാണല്ലോ. ഓക്കെ, അതിൻ്റെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ പറയുന്നൊരു പോഡ്കാസ്റ്റ്. വണ്ടർഫുൾ. അത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ളൊരു പോഡ്കാസ്റ്റ് കേട്ടോ. ഒളിവ് മറയില്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ള മറുപടി കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട്. ഓക്കെ, ഈ സബ്ജക്റ്റിൽ സ്വാഭാവികമായിട്ടും രണ്ട് വശത്തും എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നുള്ള നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശശി തരൂരിനായിട്ട് ഇതിൻ്റെ ഇടയിൽ ശശി തരൂർ വരുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. എല്ലാവരും ആ പോഡ്കാസ്റ്റ് കണ്ടു നോക്കുക. പിന്നെ ഇന്ത്യയുടെ എന്താ പറയുക, IPL ഹിസ്റ്ററിയിൽ കേരളത്തിനൊരു ടീം ഉണ്ടായിരുന്നത് അറിയാം. എന്താ സംഭവിച്ചത്, എന്താണെന്നുള്ളത് നമുക്ക് സംഭവിച്ചത് കൃത്യമായിട്ട് അറിയാം എല്ലാവർക്കും. ഓക്കെ, ഇനി അതിനെപ്പറ്റി ഒരു ചോദ്യം വരുന്നുണ്ട് കേട്ടോ ഈ പോഡ്കാസ്റ്റിനിടയിൽ പുള്ളിയോട്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ചാൻസ് മേ ബി വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പുതിയ ടീമുകൾ അവരെടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചെറിയ അറിവ്. പക്ഷേ അങ്ങനെ കേരളത്തിനൊരു ടീം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സ്, സഞ്ജു സാംസൺ, നമ്മുടെ ഇപ്പോൾ ഈ രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നൊക്കെ ഉഗ്രം പ്ലേയേഴ്സ് ഉണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഹ്യൂജ് ഒരു ബൂം ഉണ്ടാവുമല്ലോ, എക്കോണമി ആയിട്ടും അതല്ല മറ്റ് എല്ലാ തരത്തിലും ഉണ്ടാകാൻ പോകുന്ന ഒരു വെൽത്തി, എന്താ പറയുക, ഒരു വെൽത്തി ബ്ലാസ്റ്റ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് അത് ഹ്യൂജായിരിക്കും. എനിവേ, അങ്ങനെ ഉണ്ടായാൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റും. കേരളത്തിൻ്റെ പേരിലൊരു ടീം വരിക, അവർ മത്സരിക്കുക, അവർ നല്ലൊരു പൊസിഷൻ കീപ്പ് ചെയ്യുക. പണ്ട് കൊച്ചി ടെസ്കേഴ്സോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ എന്തോ ടീം ഉണ്ടായതല്ലോ നമുക്ക്. അതിൻ്റെ പിന്നിലെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളതും ഈ പോഡ്കാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം കാണാത്തൊരു കണ്ടു നോക്കുക, നല്ലൊരു പോഡ്കാസ്റ്റാണ്. എന്താണ് രണ്ട് കൂട്ടരുടെയും ഭാഗത്ത്, ഇപ്പം പുള്ളി പറയുന്ന പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ളത് പറയുന്നു, മീഡിയ മറ്റൊരു ഭാഗത്തു നിന്നുള്ളത് പണ്ടേ പറഞ്ഞതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് നമുക്കറിയാൻ സാധിക്കുന്നതാണ്.